ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. പക്ഷേ ഞാനല്ല കേട്ടോ കുക്ക് ചെയ്യുന്നത്. അതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് കഞ്ഞിയാണ്. അപ്പോൾ കഞ്ഞി ഉണ്ടാക്കുന്ന ഷെഫ് സ്പെഷ്യൽ കഞ്ഞി ഓക്കെ. ഓൺ റെസിപ്പിയാണോ? റെസിപ്പി അല്ല, അതുലിന്റെ റെസിപ്പിയാണ്. ഓക്കെ, 2 ഗ്ലാസ് അരി എടുക്കാം. ഓക്കെ, 2 ഗ്ലാസ് അരി, 1 ഗ്ലാസ് ചെറുപയർ. ഓക്കെ. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് നമ്മൾ 1 ഗ്ലാസ് ചെറുപയറും കൂടെ എടുക്കണേ. ഓക്കെ, സെറ്റ്. ഇത് നന്നായിട്ട് അത് കഴുകിയെടുക്കുക. അരിയും ചെറുപയറും കൂടെ എടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടാ. അപ്പൊ അതെന്ത് നല്ലൊരു മഴക്കാറുണ്ട്. രാവിലെ നല്ല സണ്ണി ഡേ ആണ്. അപ്പൊ നമ്മള് നല്ല ക്ലൈമറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഇരിക്കായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴക്കാർ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചാറി, മഴ ഒന്ന് ചാറിയിട്ട് നിന്നു. പെയ്തില്ല, ജസ്റ്റ് ചാറ്റൽ മാത്രമേ ഉണ്ടായുള്ളൂ. നമ്മുടെ മഞ്ഞുമലകൾ. പക്ഷെ ഇന്ന് ഇവിടെ മഴ പെയ്തപ്പോ എനിക്ക് തോന്നുന്നു അവിടെ സ്നോഫോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നല്ല മഴക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്കൈ നോക്കുമ്പോ നല്ല ബ്ലൂ കളറിൽ നമുക്ക് സ്കൈ കാണുന്നതല്ലേ. പിന്നെ കണ്ടോ, നല്ല മഴക്കാറായിട്ടാണ്, ഫുള്ള് മഴക്കാറാണ്. അപ്പൊ നമ്മളിത് അരി കഴുകി വെച്ചിട്ടുണ്ട്. അരിയും ചെറുപയറും കൂടെ. ഇനി അതിനകത്തോട്ട് നമ്മളിപ്പോ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടാ. വേറെ എന്തെങ്കിലും ഇടാനുണ്ടോ ഇതിനകത്തോട്ട്? അപ്പൊ അരി വെന്തിട്ടല്ല ഇടാ? എനിക്കിതിന്റെ റെസിപ്പി അറിയില്ല കേട്ടാ. ഇത് എപ്പോഴും ഇവിടെ ഉണ്ടാക്കാറുള്ളത് ഷീജേട്ടൻ തന്നെയാണ്. എനിക്കിത് റെസിപ്പി അറിയില്ല. ഓക്കെ, ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു 1/4 ടേബിൾ സ്പൂൺ. ഓക്കെ, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. ഇനി എന്താ ആവശ്യമുള്ളത്? ഉപ്പ്. ഓക്കെ, ഉപ്പ് ഇട്ടിട്ടുണ്ട്. മതിയാവും. സ്റ്റൗ ഓണാണ് കേട്ടോ. ഓക്കെ, നമ്മൾ അരി ഇട്ടു, 2 ഗ്ലാസ് അരി ഇട്ടു, 1 ഗ്ലാസ് ചെറുപയറിട്ടു, ഒരു പച്ചമുളക് ഇട്ടു, ഉപ്പിട്ടു, മഞ്ഞപ്പൊടി ഇട്ടു. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഇപ്പം ഇട്ടേക്കുന്നത്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. നമ്മുടെ കയ്യിൽ ഫ്രഷ് തേങ്ങ ഉണ്ടായില്ല. ഇച്ചിരി കൂടെ ഇട്ടോ. മതിയോ. അപ്പോൾ ഫ്രഷ് തേങ്ങ എടുക്കുക കേട്ടോ. എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടിയില്ല ഫ്രഷ് തേങ്ങ ഇപ്രാവശ്യം. അതുകൊണ്ടാണ് നമ്മൾ ഈ തേങ്ങ എടുത്തിരിക്കുന്നത്. ഇനി മറ്റേ കുഞ്ഞി ജീരകം ഉണ്ടല്ലോ, അത് കുറച്ചിട്ട് കൊടുക്കുക മിക്സിയുടെ ജാറിനകത്തോട്ട്. ഓക്കെ, സെറ്റ്. തേങ്ങ ഇട്ടു, കുറച്ച് ജീരകം കൂടി ഇട്ടു കേട്ടോ. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം തേങ്ങയെ. അപ്പോൾ അതേ നമ്മൾ തേങ്ങ അരച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങയും ജീരകവും കൂടെ അരച്ചത് ഇനി അതിനകത്തോട്ട് ഇടണോ? ഇനി എന്താ ഇതേ ഇരിക്കുന്നു, അതാണോ അന്വേഷിച്ചേ? ഓക്കെ, അപ്പൊ ഇത് ഇടണ്ടേ? ഓക്കെ, ഒരിക്കലും ചെയ്യാത്ത സാധനം അതാണ്. ഞാനോർത്തു ഈ തേങ്ങയും കൂടെ ഇട്ടിട്ടായിരിക്കും അരി വേവിക്കണത് എന്ന്. ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല കേട്ടാ. സവാള അല്ല, കുഞ്ഞുള്ളിയാണ് വേണ്ടത് ശരിക്കും. പക്ഷെ നമ്മുടെ കയ്യിലും കുഞ്ഞുള്ളി ഇല്ല, അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ സവാള എടുക്കുന്നത്. അല്ല, ചെറിയുള്ളി നമുക്ക് എത്ര എണ്ണം വേണ്ടത്? 1 ഗ്ലാസ് അരിക്ക് 3 എണ്ണം. ഓക്കെ, 1 ഗ്ലാസ് അരിക്ക് 3 or 4 കുഞ്ഞുള്ളി വേണം, ചെറിയുള്ളി വേണം. ഡീറ്റെയിൽഡ് റെസിപ്പിക്ക് അടിയിൽ ലിങ്ക് കൊടുക്കുക.
ഓക്കെ, ഇത് നമ്മുടെ ദുബായിലുള്ള ഫ്രണ്ടാണ് കേട്ടോ, അതുലിന്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമ്മളിത് ഇവിടെ വന്നിട്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. മറ്റേത് നമുക്ക് എപ്പോൾ ഈ കഞ്ഞി വേണമെന്ന് തോന്നിയാലും അപ്പം അതുലിനെ വിളിക്കും, അതുലെ കഞ്ഞി ഉണ്ടാക്കി വെക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കഞ്ഞി ഉണ്ടാക്കും. അതുപോലെ തന്നെ ബിരിയാണി വേണ്ടപ്പോഴും നമ്മൾ വിളിക്കുന്ന ആളാണ് അതുല്. നമ്മുടെ മെയിൻ ബിരിയാണിയുടെയും ഈ സ്പെഷ്യൽ കഞ്ഞിയുടെയും ഷെഫാണ് അതുല്. പക്ഷെ ഇപ്പോൾ ആള് നമ്മുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് എന്താണെങ്കിലും നമുക്ക് പണിയെടുക്കേണ്ടി വരും. കുടിക്കാൻ തോന്നിയാൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഒരു അര സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഒരു പച്ചമുളകും കൂടെ. ഓക്കെ, അപ്പോൾ ഒരു പച്ചമുളക് നമ്മൾ അരിയുടെ ഒപ്പം കുക്കറിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് ഇതിപ്പോൾ ഒരു പച്ചമുളകും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ടേ. പച്ചമുളക് ഇതിവിടെ കബോർഡിൽ രണ്ടാമത്തെ തട്ടിലുണ്ട് മുളക്. ഇനി മാറിപ്പോയതാണോ? പച്ചമുളകോ? ഒരു പാത്രം. അപ്പോ ഈ ഉള്ളിയും സവാളയും ഒക്കെ എന്താ ചെയ്യേണ്ടത്? കഞ്ഞി വെന്ത് കഴിയുമ്പോൾ തേങ്ങാപ്പീരയും ജീരകവും ഇട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മള് ഉള്ളിയും വറ്റൽമുളകും കടുകും കൂടി വഴറ്റിയിട്ട് അതിന് മേലോട്ട് ഒഴിക്കണം. എന്നിട്ട് മിക്സ് ചെയ്താണ് കഴിക്കുക. അപ്പോൾ കഞ്ഞി വേവാൻ നമ്മൾ സമയം കൊടുത്തിരിക്കുകയാണ്. കഞ്ഞി വേവട്ടെ. നമ്മുടെ കഞ്ഞി ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പ് ഇതിനകത്തോട്ട് ഇടണം കേട്ടോ. നമ്മൾ തേങ്ങയും ജീരകവും കൂടെ അരച്ച് വെച്ച് അവർ അരപ്പ് ഇതിനകത്തോട്ട് ഇടാം. ഷെഫ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉപ്പിട്ടിട്ടില്ലല്ലോ? ഉപ്പിട്ടായിരുന്നു ചോറിലിട്ടല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ചോറ് സെറ്റായിട്ടുണ്ട്. ഇനി പരിപാടികളുണ്ട് കേട്ടോ, തീർന്നിട്ടില്ലേ. കുറച്ച് സംഭവങ്ങളോട് ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഉപ്പ് കറക്റ്റ് ആയിരുന്നോ? ആണോ? കഞ്ഞി വീണിട്ട് നോക്കി ഇവിടെയൊക്കെ. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും വറ്റൽമുളകും ഒക്കെ ഒന്ന് കാച്ചിയതുപോലെ ആക്കി എടുക്കണം കേട്ടോ. ഒന്ന് കാച്ചി എടുക്കണേ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചൂടായിട്ടില്ല അല്ലേ? കറിവേപ്പില വേണോ? വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ വറ്റൽമുളക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ബ്രൗൺ കളർ ആവണോ? കുറച്ച് ഉപ്പിട്ട് കൊടുക്കായിരുന്നില്ലേ? പെട്ടെന്ന് ഇതായി കിട്ടിയാണ്. സവാള നമ്മുടെ സവാളയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കഞ്ഞിലോട്ട് ഇടണം അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ ഇത് നമുക്കിനി ഇതായിട്ടുണ്ട്. അത് നമുക്കിനി കഞ്ഞിലോട്ട് ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഇനി സ്റ്റൗ ഓൺ ചെയ്യണോ? തേങ്ങ ഇട്ടിട്ടും ഒന്നും ചെയ്യണ്ടല്ലോ. സ്റ്റൗ ഓൺ ചെയ്യൊന്നും വേണ്ടിയിരുന്നില്ലല്ലോ. ചൂടുണ്ടല്ലോ സ്റ്റൗവിന്.
ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണേ. ഉപ്പ് ഇച്ചിരി കുറവായി, നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു തീയിൽ അതൊന്നും കൂടെ അടച്ച്, അല്ല ഇനി തീ വേണ്ട അല്ലേ, ആ ഒരു ചൂടിൽ കുറച്ച് നേരം കൂടെ അടച്ച് വെക്കണം അല്ലേ. എത്ര മിനിറ്റ് വേണം? ഓക്കെ. അപ്പൊ ഈ നമ്മൾ മൂപ്പിച്ച ഉള്ളിയൊക്കെ ഇട്ടിട്ട് 10 മിനിറ്റ് ഒന്നും കൂടെ അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ സൂപ്പ് ഓക്കെ. അപ്പൊ നമ്മള് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി പപ്പടം വറുത്തെടുക്കാം. അടുത്ത് നമ്മൾ പപ്പടം വറുക്കാൻ പോവുകയാണ്. അപ്പോൾ പപ്പടം മുളകിട്ട് വറുത്തതാണ്. അങ്ങനെ കുഞ്ഞതായിട്ട് പൊട്ടിച്ചിട്ട് വറക്കും. എന്നിട്ട് അതിനകത്തോട്ട് മുളക് പൊടിയും കൂടെ മൂപ്പിച്ചത് ഇടും. ഇപ്പം കഞ്ഞി വെച്ചത് തന്നെയാണ് കേട്ടോ. കഞ്ഞി വെച്ചാൽ വെള്ളം തെറിച്ചത് തന്നെയാണ്. ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാം. കഞ്ഞി വയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം തെറിക്കുമല്ലോ, അത് വീണതിൻ്റെയാണ് സ്റ്റൗവ് അലമ്പായിരിക്കുന്നത്. പപ്പടം കാച്ചെടുക്കാം. അങ്ങനെ ഇതിനകത്തോട്ട് നമുക്കിനി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് മുളക് പൊടി ഒന്ന് എന്താ പറയുക, ഒരു കരിഞ്ഞ ഒരു ഇത് വരണം അല്ലേ, അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. കൊടുക്കാവേ. അതേ നമ്മളിവിടെ കഞ്ഞി എടുത്തിട്ടുണ്ട്, നമ്മുടെ സ്പെഷ്യൽ കഞ്ഞി. എൻ്റെ സൈഡിൽ കുറച്ച് നാരങ്ങച്ചാറും. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഞ്ഞി, അച്ചാറ്, ദേ പപ്പടം. പപ്പടം കണ്ടു ഇച്ചിരി ഒരു കരിഞ്ഞൊരു ഇത് കണ്ടു, അത് നല്ല ടേസ്റ്റ് അങ്ങനെ കരിഞ്ഞിട്ട് കിട്ടുമ്പോൾ. അപ്പോൾ ദേ ഇവിടെ എൻ്റെ കഞ്ഞിയുണ്ട്. അപ്പോൾ ഷെഫ് തന്നെ കഞ്ഞി കുടിക്കൂ. ഓ ഞാൻ സ്വയം ഉണ്ടാക്കിയത് കൊണ്ട് അല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് ശരിക്കും, നല്ല ടേസ്റ്റായി കഞ്ഞിക്ക്. അപ്പോൾ നമുക്കിത് പരിചയപ്പെടുത്തി തന്നത് അതുലാണ്. സ്പെഷ്യൽ താങ്ക്സ് ടു അതുൽ. കഞ്ഞി കുടിക്കുമ്പോൾ അതുലിനെ ആ ശരി, റെസിപ്പി നമ്മൾ മറന്നു പോകും കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി പിന്നെ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാറാകുമ്പോഴത്തേക്ക് നമ്മൾ മറന്നു പോകും. അപ്പോൾ അതെ നമ്മൾ കഞ്ഞി കുടിക്കുകയാണ്. എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ റെസിപ്പി നമ്മൾ അതുലിൻ്റെ അടുത്ത് ചോദിക്കും. ഇന്ന് രാവിലെ വിളിച്ച് അതുലിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുലിനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ കഞ്ഞി കുടിക്കുന്നു. അപ്പോൾ നമ്മൾ കഞ്ഞി കുടിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.